ശ്രീ ജോസ് പ്രകാശ്, ഇന്നിപ്പോൾ MA ബേബിയാണ് അനുനയ ചർച്ചയ്ക്ക് എത്തിയത്. ആ അനുനയ ചർച്ചയ്ക്ക് എത്തുമ്പോഴും ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്നും CPM ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് അതിലും താഴെ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എന്താണ്? നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടാകുമല്ലോ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്നുള്ളത്. 4-ാം തീയതി വരെ, 4-ാം തീയതിയാണ് കൗൺസിൽ ചേരാനിരിക്കുന്നത്. അതിനുശേഷം എന്ത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ പാർട്ടി? അല്ല, കഴിഞ്ഞ 45 വർഷമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് CPIയും CPIഎമ്മും. നമ്മുടെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രധാന ഘടകങ്ങളാണ്. അപ്പോൾ 45 വർഷമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ധാരാളം വിഷയങ്ങളിൽ പല കാലഘട്ടങ്ങളിലും ധാരാളം തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ രമ്യമായ ചർച്ചയിലൂടെ പരിഹരിച്ചിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ കുറച്ച് അധികം മുന്നോട്ട് പോകേണ്ട സാഹചര്യം CPIക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇതിന് രമ്യമായ ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ്. എന്താണ് രമ്യമായ പരിഹാരം? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പദ്ധതിയിൽ നിന്നും കേരളം പിന്മാറണം. അപ്പോൾ അത് സാധ്യമാണോ? നിയമമായ കുരുക്കുകൾ വന്നു വീഴില്ലേ? ഇത് പ്രായോഗികമായ സമീപനമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ ഞങ്ങൾ കാണുന്നത് ഇത് സാധ്യമാണ് എന്നാണ്. എന്തുകൊണ്ട്? കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ധാരണാപത്രം അനുസരിച്ച് ഈ പദ്ധതിയുടെ 40% തുക കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ പരിശോധനയിൽ വിവിധങ്ങളായ ജനസമൂഹത്തിൻ്റെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തൽക്കാലം അല്ലെങ്കിൽ ഉടനെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ല. ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്നും കേരളം ഒഴിവാകുകയാണ്. ഈ എഗ്രിമെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുവാൻ കേരള സർക്കാരിന് താല്പര്യമില്ല എന്നുള്ളൊരു നിലപാട് കേരളം സ്വീകരിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്താൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മറ്റ് വഴികളില്ല. എന്തുകൊണ്ട്? ഈ 40% തുക ഉൾപ്പെടെ 100% തുകയും ചെലവഴിച്ചുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകില്ല. അതാണ് അതിൻ്റെ കാരണം. മറ്റ് കേന്ദ്ര പദ്ധതികൾ, പല പദ്ധതികളും ചിലത് 100% അവരുടെ ഫണ്ടായിരിക്കും. ഇതങ്ങനെയല്ല. 40% സംസ്ഥാന ഫണ്ട് ആയതുകൊണ്ട് തന്നെ കേരളം വ്യത്യസ്തമായ ഒരു നിലപാടെടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത പരിശോധിക്കണം എന്നാണ് CPM ലീഡർഷിപ്പിനോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് പിൻവാങ്ങാൻ ഈ ചട്ടം പ്രകാരം സംസ്ഥാനങ്ങൾക്ക് പിൻവാങ്ങാനാകില്ല. കേന്ദ്രത്തിന് വേണമെങ്കിലാകാം, കേന്ദ്രത്തിന് നിലപാടെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ചട്ടമായി പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ പിൻവാങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. പിൻവാങ്ങാനുള്ള മനസ്സുണ്ടോ എന്നതാണ് ഏറ്റവും പ്രാഥമികമായ ചോദ്യം. അങ്ങ് പറഞ്ഞതുപോലെ അതിലേക്ക് ആലോചന വരണമെങ്കിലും അത് വൺസ് അത് ഒപ്പിട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ടായി ഇപ്പോൾ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെയല്ല എന്നാണോ നിങ്ങൾ ചട്ടിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് 30 ദിവസത്തെ സാവകാശമെടുത്ത് ഈ നോട്ടീസ് കൊടുത്ത് ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാകാൻ വ്യവസ്ഥയുണ്ട്. കേരള സർക്കാർ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചാൽ അവരുടെ മുന്നിൽ മറ്റെന്താണ് വഴി? അവർക്ക് 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ കരാറിൽ നിന്ന് പിൻവാങ്ങുക, അല്ലെങ്കിൽ 100% തുക ചെലവഴിച്ച് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ കൂടുതൽ മുതൽ മുടക്കാൻ, തുക ചെലവഴിക്കാൻ ഒരു സാഹചര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകില്ല. കേരളത്തിലെ പരമാവധി ഏത് പദ്ധതിയും ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അർഹതപ്പെട്ട തുക കൊടുക്കാതിരിക്കാനുമാണ് എക്കാലവും കേന്ദ്ര ഗവൺമെൻറ് പരിശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മറ്റു വഴികളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.